Radio Library. Radio Library with RJ Radish. നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും. ഖത്താസ് നമ്പർ 1 റേഡിയോ സ്റ്റേഷൻ റേഡിയോ മലയാളം 98.6 ഇത് റേഡിയോ ലൈബ്രറിയുടെ സമയം. ഇന്ന് റേഡിയോ ലൈബ്രറിയിൽ നമ്മളുടെ കൂടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നത് കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ നിരവധി തവണ നേടിയിട്ടുള്ള എഴുത്തുകാരനാണ്. നിലപാടുകളുടെ പുസ്തകങ്ങൾ രചിക്കുന്ന പൊന്നാനിക്കാരനാണ്. മറ്റാരുമല്ല, മലയാളത്തിന്റെ പ്രിയപ്പെട്ട സാഹിത്യകാരൻ KP രാമനുണ്ണി. സ്വാഗതം റേഡിയോ മലയാളം 98.6 റേഡിയോ ലൈബ്രറിയിലേക്ക്. സന്തോഷം. മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ പൊന്നാനിക്കാരനാണ്. പൊന്നാനിക്ക് KP രാമനുണ്ണി നൽകുന്ന വിശേഷണം എന്താണ്? പൊന്നാനി എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ നല്ല പാരമ്പര്യത്തിന്റെ എല്ലാം കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കാവുന്ന സ്ഥലമാണ് പൊന്നാനി. മലപ്പുറം ജില്ല പൊതുവെ എല്ലാ മലയാളത്തിന്റെ ശേഷികളും നന്മകളും കേന്ദ്രീകരിക്കപ്പെട്ടൊരു നാട് എന്ന് പറയാം. നാം ഭാഷാപിതാവായിട്ട് കരുതുന്ന തുഞ്ചത്തെഴുത്തച്ഛന്റെ ജന്മസ്ഥലമാണ് മലപ്പുറം ജില്ല. പഴയ പൊന്നാനി താലൂക്കിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. കവിത്രയത്തില് പ്രധാനിയായിട്ടുള്ള വള്ളത്തോള് ചേന്നരയിലാണ്. അതും പഴയ പൊന്നാനി താലൂക്കിന്റെ ഭാഗമായിരുന്നു. മഹാകവി മോയിൻകുട്ടി വൈദ്യര് മലപ്പുറം ജില്ലക്കാരനാണ്. ഇങ്ങനെയുള്ള വലിയ പാരമ്പര്യങ്ങൾ എടശ്ശേരി ഗോവിന്ദൻ നായർ, ഉറൂബ്, എം ഗോവിന്ദൻ, MT വാസുദേവൻ നായർ, C രാധാകൃഷ്ണൻ, ഇങ്ങനെ ഒടുക്കം ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാരടങ്ങുന്ന വലിയ എഴുത്തുകാരുടെ ഒരു വലിയ കേന്ദ്രസ്ഥാനമാണ് പൊന്നാനി തട്ടകം അല്ലെങ്കിൽ പൊന്നാനി കളരി എന്നാണ് പറയാറുള്ളത്. ഈ പൊന്നാനി കളരിയുടെ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ ആ പൊന്നാനി കളരിയിൽപ്പെടുന്ന എഴുത്തുകാരൊക്കെ തന്നെ മനുഷ്യത്വത്തിനും സ്നേഹത്തിനും വേണ്ടി നിലകൊള്ളുന്നവരാണ്. എല്ലാവരെയും കൂട്ടിപ്പിടിക്കാൻ പൊന്നാനി സംസ്കാരത്തിന് ആരും അന്യരല്ല. എല്ലാവരെയും പുതിയാപ്ലമാരെ പോലെ കൈയും നീട്ടി സ്വീകരിച്ച ഒരു ചരിത്രമാണ് പൊന്നാനിക്ക് ഉണ്ടായിട്ടുള്ളത്. സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ, രണ്ടാമൻ യമനിൽ നിന്നാണ് അവരുടെ വേരുകളുള്ളത്. ഇവിടെ വന്ന് ഇവിടുത്തെ സ്വന്തം ആൾക്കാരായി ഈ മണ്ണിൽ സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള വലിയ പ്രതിരോധം നടത്തിയത് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമനും സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമനുമാണ്. കവിതകളിൽ കൂടെ, ചരിത്ര ഗ്രന്ഥത്തിൽ കൂടെ ഈ പുണ്യാത്മാക്കളായിട്ടുള്ള ആൾക്കാർ ഹിന്ദു രാജാവായിട്ടുള്ള സാമൂതിരിക്ക് എല്ലാ പിന്തുണയും കൊടുക്കുകയാണ് ചെയ്തത്. പോർച്ചുഗീസ് അധിനിവേശത്തിനെതിരെ ആദ്യമായി ഇന്ത്യ രാജ്യത്ത് തന്നെ സാമ്രാജ്യത്വത്തിനെതിരെ ആദ്യമായി കലഹിച്ചവര് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമനും രണ്ടാമനുമായിരുന്നു. എഴുത്തച്ഛൻ ജാതി നാമാദികൾക്കല്ല മനുഷ്യന്റെ ഗുണഗണങ്ങൾക്കാണ് പ്രാധാന്യം എന്ന് പറഞ്ഞതാ. എഴുത്തച്ഛന്റെ കളരിയിൽ അന്നത്തെ കാലത്തൊന്നും സങ്കല്പിക്കാൻ പറ്റാത്ത രീതിയിൽ കീഴാളരായിട്ടുള്ളവരെയും മുസ്ലിങ്ങളെല്ലാം പഠിപ്പിക്കാൻ തുടങ്ങിയതിന്റെ പേരിലാണ് രാജകോപം കൊണ്ട് നാടുവിടേണ്ടി വന്നത്. അന്ന് ജലാലുദ്ദീൻ മൂപ്പെന്ന് പറഞ്ഞൊരു മുസ്ലിം ധനികനാണ് എഴുത്തച്ഛനെ സംരക്ഷിച്ചത്. അപ്പോ എഴുത്തച്ഛന്റെ കാലത്ത് മുതൽക്ക് തന്നെ മതമൈത്രിയുടേതായിട്ടുള്ള അഗാധമായ ഒരു ഇഴ പിന്നെ പൊന്നാനി സംസ്കാരത്തിൽ, മലപ്പുറം ജില്ലയുടെ സംസ്കാരത്തിൽ നമുക്ക് കാണാൻ പറ്റും. പാട്ടിന്റെ കാര്യത്തിൽ, സംഗീതത്തിന്റെ കാര്യത്തിൽ, ചിത്രകലയുടെ കാര്യത്തിൽ ലോകപ്രശസ്തനായിട്ടുള്ള എത്രയോ ചിത്രകാരന്മാര് മലപ്പുറം ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. ഈ മതമൈത്രിയുടെ കാര്യം നേരത്തെ പറഞ്ഞപ്പോൾ KP രാമനുണ്ണി എന്ന എഴുത്തുകാരൻ ഈ മതസൗഹാർദ്ദത്തിന് വേണ്ടിയിട്ട് നിരവധി എഴുത്തുകളാണ് സമ്മാനിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ദൈവത്തിന്റെ പുസ്തകം എടുത്തു പറയാം, പ്രവാചകനും ശ്രീകൃഷ്ണനും എല്ലാം പ്രത്യക്ഷപ്പെടുന്ന നോവല്. അതിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഈ മതേതരത്വം, മതസൗഹാർദ്ദം ഇതൊക്കെ നമ്മുടെ നാട്ടില് കൂടിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇത്തരം സാഹിത്യ രചനകളിലൂടെ ആൾക്കാരിലേക്ക് എത്രത്തോളം മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിച്ചു? തീർച്ചയായിട്ടും അത് സ്വീകരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ ദൈവത്തിന്റെ പുസ്തകം എഴുതുന്ന സമയത്ത് നബിയിലൊരു പ്രധാന കഥാപാത്രം അറിഞ്ഞപ്പോൾ പലരും ആശങ്കയോടുകൂടി അയ്യോ നബീനെ പറ്റി എഴുതിയിട്ടുണ്ടെങ്കിൽ രാമനുണ്ണിയുടെ തല പോവോ, കലാവുണ്ടാകുമോ എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ നമ്മുടെ ഹിന്ദുക്കളാണെങ്കിലും മുസ്ലിങ്ങളാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും വളരെ സ്നേഹത്തോടുകൂടി ഈ പുസ്തകത്തെ സ്വീകരിച്ചു എന്നുള്ളതാണ്. മലപ്പുറം ജില്ലയിലെ ഒരു മുസ്ലിം യുവാവിന്റെ രീതിയിലാണ് മലപ്പുറം ഭാഷ പറയുന്ന ഒരു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഞാൻ ചിത്രീകരിച്ചിട്ടുള്ളത്. അങ്ങനെ നബിയെ തന്നെ നമ്മുടെ മണ്ണിന്റെ മണമുള്ള നബിയാക്കി മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് എനിക്ക് തോന്നുന്നത് ഒരു മലപ്പുറം ജില്ലക്കാരന്, പൊന്നാനിക്കാരന് മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ എന്നുള്ള. കാരണം നമ്മൾ കടന്നു വന്നിട്ടുള്ള വഴികൾ അങ്ങനെയാണ്. സൗഹാർദ്ദത്തിന്റെയും മൈത്രിയുടേതായിട്ടുള്ള വലിയൊരു പാരമ്പര്യത്തിൽ നിന്ന് മാത്രം നമുക്ക് കൃഷ്ണനെയും നബിയെയും ഏകോദര സഹോദരന്മാരായി സങ്കല്പിക്കാൻ പറ്റുകയുള്ളൂ. അത് എൻ്റെ ഗുണം കൊണ്ടൊന്നുമല്ല, ഈ മണ്ണിന്റെ ഗുണം കൊണ്ടാണ്. എൻ്റെ
എൻ്റെ അമ്മ 8ാം ക്ലാസ് വരെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ നബിദിനത്തിന് പൊന്നാനി അങ്ങാടിയൊക്കെ സുഗന്ധപൂരിതമാവുമ്പോൾ ഞാൻ എൻ്റെ ആത്മമിത്രമായിട്ടുള്ള അബ്ദുൽ കയ്യൂമിൻ്റെ കൂടെ അങ്ങാടിയിലൊക്കെ ചുറ്റിങ്ങനെ വരും കുട്ടിക്കാലത്ത്. വീട്ടിലെത്തിയാൽ ഞാൻ അമ്മോട് ചോദിക്കും, ആരാ ഈ നബി ചോദിക്കും. എനിക്കറിയില്ല. അപ്പം എന്നോട് അമ്മ പറഞ്ഞു തന്നില്ല വെച്ചാൽ നമ്മുടെ കൃഷ്ണനില്ലേ അതേപോലെ തന്നെയാണ് കയ്യൂമിൻ്റെ നബിന്ന്. അപ്പോൾ കൃഷ്ണനും നബിയും ഒരേപോലെയാണ് എന്ന ഒരു സന്ദേശമാണ്, പാഠമാണ് ഞാൻ അമ്മയിൽ നിന്ന് പഠിച്ചിട്ടുള്ളത്. അന്ന് മുതൽക്ക് കൃഷ്ണൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. ശ്രീകൃഷ്ണ ക്ഷേത്രം ഗുരുവായൂരിൽ പോകുന്ന സമയത്താണ് നല്ല മസാല ദോശയൊക്കെ കഴിക്കാൻ പറ്റും. അതുകൊണ്ട് കൃഷ്ണനോട് വലിയ സ്നേഹമാണ്. അപ്പോൾ കൃഷ്ണന്റെ പോലെയാണ് നബി എന്ന് പറഞ്ഞപ്പോൾ കുട്ടിക്കാലം മുതൽക്ക് തന്നെ നബിയോടും എനിക്ക് വലിയ സ്നേഹമായി. ഇപ്പം ഇങ്ങനെയാണ്, അല്ലാതെ കൃഷ്ണയും നബീനെയും വെച്ചിട്ടൊരു മതമൈത്രിയുടെ ഒരു നോവൽ ഉണ്ടാക്കാന്നുള്ള എനിക്ക് ഉണ്ടാക്കിയല്ല. പൊന്നാനിയുടെ സംസ്കാരം എന്നിൽ വളർത്തിയെടുത്തിട്ടുള്ള ഈ പ്രിയത്വമുണ്ടല്ലോ, വ്യത്യസ്ത മതങ്ങൾ തമ്മിലുള്ള മൈത്രിയുടെ ഒരു സംസ്കാരമുണ്ടല്ലോ, അതാണ് എന്നെക്കൊണ്ട് ഈ കൃതി എഴുതിച്ചിട്ടുള്ളത്. അത് വളരെ നന്നായിട്ട് സ്വീകരിക്കപ്പെട്ടു. ഈ കൃതിക്കാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ നാഷണൽ അവാർഡ് കിട്ടുകയും ചെയ്തത്. നിരവധി നോവലുകൾ എഴുതിയിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുള്ള ഒരു നോവലാണ് സൂഫി പറഞ്ഞ കഥ. അത് സിനിമയായി, നോവൽ തന്നെ വിവിധ ഭാഷകളിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സൂഫി പറഞ്ഞ കഥ ഇപ്പൊ 11 ഭാഷയിൽ, അതെ 11ഓളം ഭാഷകൾ. അപ്പൊ ഈ മലയാളം അല്ലാതെ മറ്റു ഭാഷകളിലുള്ളവർ ഇത് വായിച്ചിട്ട് അവരുടെ ഒരു അഭിപ്രായത്തെ കുറിച്ച് കേട്ടിരുന്നോ? തീർച്ചയായിട്ടും 11 ഭാഷയിൽ അത് സ്വീകരിക്കാൻ കാരണം എല്ലാ നാട്ടിലും ഈ തീമിന്, പ്രമേയത്തിന് പ്രസക്തി ഉണ്ട് എന്നുള്ളതുകൊണ്ട്. കാരണം ഇന്ത്യ രാജ്യത്ത് എല്ലാ സംസ്ഥാനങ്ങളിലും വ്യത്യസ്ത മതസ്ഥരുണ്ട്. അപ്പോൾ അവർ വ്യത്യസ്ത മതസ്ഥരാണെങ്കിലും അവരെല്ലാം ആ മണ്ണിന്റെ മക്കളാണ്. അപ്പോൾ അവരെ നമുക്ക് ആർക്കും ആരെയും മന്യവൽക്കരിക്കാൻ അവകാശമില്ല എന്നതാണ് സൂഫി പറഞ്ഞ കഥ ആത്യന്തികമായി നൽകുന്ന സന്ദേശം. അപ്പോൾ അതിൻ്റെ മതത്തിന്റെ സ്വത്തും ദേശത്തിന്റെ സ്വത്തും സംസ്കാരം ഇങ്ങനെയുള്ള പല ഘടകങ്ങളുടെയും ഒരു ചർച്ചാവേദിയായിട്ട് കൂടി ഈ നോവൽ മാറുന്നു എന്നതാണ്. അതുകൊണ്ടാണ് ഈ സംഘർഷങ്ങളും പ്രശ്നങ്ങളും ഒക്കെ എല്ലാ മണ്ണിലുമുള്ളതുകൊണ്ടാണ് എല്ലാ നാട്ടിലും ഇത് സ്വീകരിക്കപ്പെട്ടത്. ഫ്രഞ്ചിലേക്ക് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ലുക്ക് റോജർ എന്ന് പറയുന്ന ഒരു ബെൽജിയക്കാരനാണ്. അയാൾ സാധാരണ ട്രാൻസ്ലേറ്റർ ഒന്നുമല്ല. അയാൾക്ക് ഈ നോവൽ വെച്ചിട്ട് ഭയങ്കര ഇഷ്ടമായിട്ടാണ് അദ്ദേഹം മുൻകൈ എടുത്തിട്ടാണ് ഫ്രഞ്ചിൽ വന്നിട്ടുള്ളത്. അറബിയിൽ വന്നു, ഇംഗ്ലീഷിൽ വന്നു, ഹിന്ദിയിൽ, തമിഴിൽ, കൊങ്കിണി, ആസാമീസ്, മൈഥിലി എന്ന് പറഞ്ഞിട്ടുള്ള ഭാഷയിൽ ഇങ്ങനെ ഒരു 11ഓളം ഭാഷയിൽ ഇത് വന്നു കഴിഞ്ഞു. ഇപ്പൊ പല ജോണറിലുള്ള പുസ്തകങ്ങൾ നമ്മൾ വായിക്കാറുണ്ട്, നോവലുകൾ വായിക്കാറുണ്ട്. അപ്പൊ അതിൽ മലയാളത്തിലേക്ക് വരുമ്പോൾ മലയാളത്തിൽ ഈ ശാസ്ത്ര നോവലുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ശാസ്ത്ര നോവലുകൾ എഴുതുന്ന സാഹിത്യകാരന്മാരുടെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ടോ? അല്ല, ഇപ്പോഴും ശാസ്ത്ര നോവലുകളായിട്ട് കുറെ കാറ്റഗറി വരുന്നുണ്ട്, ഇംഗ്ലീഷിലും ഒക്കെ വരുന്നുണ്ട്. മലയാളത്തിൽ താരതമ്യേന കുറവാണ്. നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ ശ്വസിക്കുന്ന വായുവിലും നടക്കുന്ന ഭൂമിയിലും ഒക്കെ ശാസ്ത്രത്തിൻ്റെയും ടെക്നോളജിയുടെയും അന്തരീക്ഷത്തിലാണ് നാം ജീവിച്ചുകൊണ്ട് ഓരോ നിമിഷവും ശ്വസിക്കുന്നത്. അതിനനുസരിച്ച് ശാസ്ത്രവും ടെക്നോളജിയും അതിൻ്റെ അനുഭവ പരിസരങ്ങളും നമ്മുടെ സാഹിത്യത്തിൽ വേണ്ടവണ്ണം വന്നിട്ടില്ല എന്നതൊരു കാര്യമാണ്. അപ്പോൾ അത് ചിത്രീകരിക്കാൻ എനിക്ക് 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലത്ത് ശാസ്ത്രജ്ഞനാകാനായിരുന്നു മോഹം, എഴുത്തുകാരനാവാനല്ല. അപ്പോൾ ഈ ശാസ്ത്രത്തിനോടൊരു പ്രണയം പണ്ട് മുതലേ ഉണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ എഴുത്തുകാരനായതുകൊണ്ട് ശാസ്ത്രീയമായ കാര്യങ്ങളും എല്ലാം ഈ കൃതികളിൽ ധാരാളം കൊണ്ടുവന്നിട്ടുള്ളൊരു എഴുത്തുകാരനാണ് ഞാൻ. മലയാളത്തിൽ സി രാധാകൃഷ്ണനാണ് എൻ്റെ മുൻ തലമുറയിൽ ഇങ്ങനെ ചെയ്തിട്ട് അതെ കാര്യങ്ങളൊക്കെ എഴുതി. ശാസ്ത്ര സാഹിത്യ നോവൽ എന്ന് പറഞ്ഞിട്ട് അതിനെ മുദ്ര കുത്തേണ്ട കാര്യമില്ല. എഴുത്തിൽ ശാസ്ത്രവും ടെക്നോളജിയൊക്കെ കൂടുതൽ വരിക, കാരണം നമ്മളെ ജീവിതത്തിൽ ശാസ്ത്രവും ടെക്നോളജിയൊക്കെ ധാരാളം ഉള്ളതുപോലെ സാഹിത്യത്തിലും വരിക. അപ്പോൾ എൻ്റെ കുർക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സബ്മറൈൻ, മുങ്ങിയ സബ്മറൈനെ പറ്റിയിട്ടുള്ളൊരു കഥയുണ്ട്. ഇതൊക്കെ വായിച്ചിട്ട് MT പറഞ്ഞു, ശാസ്ത്രം എങ്ങനെയാണ്, MT വാസവൻ നായർ പറഞ്ഞ് എനിക്ക് വലിയ ബഹുമതിയായി, ശാസ്ത്രം എങ്ങനെയാണ് സാഹിത്യത്തിൽ സംലയിപ്പിച്ച് ചേർക്കേണ്ടത് എന്നതിൻ്റെ മനോഹരമായിട്ടുള്ള ഉദാഹരണമാണ് രാമനുണ്ണിയുടെ കുർക്സ് എന്ന നോവൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ദൈവത്തിന്റെ പുസ്തകം ഞാൻ പറഞ്ഞില്ലേ, നബിയും ശ്രീകൃഷ്ണനും ഒക്കെ ഉള്ളത്. അപ്പൊ നബീനെ ദ്വാപരയുഗത്തിലുള്ള കൃഷ്ണനെയും എത്രയോ കാലം കഴിഞ്ഞ് ജീവിച്ചിട്ടുള്ള 6ാം നൂറ്റാണ്ടിലെ നബീനെയും കൂടി ഒന്നിച്ചു കൊണ്ടുവരണമെങ്കിൽ വെറുതെ അവര് ഒന്നിച്ചു ചേർന്നു എന്ന് പറയാൻ പറ്റില്ല. അപ്പോ തമോഗർത്തം എന്ന് പറഞ്ഞ ഒരു ശാസ്ത്രീയമായ സങ്കല്പമുണ്ട്. ആ തമോഗർത്തത്തിന്റെ സ്വാധീനത്തില് ഭൂതകാലവും ഭാവികാലവും വർത്തമാനകാലവും ഒക്കെ കൂടിക്കുഴയും. ഈ സങ്കേതം ഉപയോഗിച്ചിട്ടാണ് തമോഗർത്ത സ്വാധീനം ഭൂമിയിൽ ഉണ്ടാവുന്നു. അതുകൊണ്ട് നാസയില് റോക്കറ്റ് വിടുന്ന സമയത്ത് ഒരു സാറ്റലൈറ്റ് തകർന്നു പോകുന്നു
പോകുന്നു. ഈ നോവൽ തുടങ്ങുന്ന തന്നെ ഒരു ശാസ്ത്ര നോവല് പോലെയാണ്. നാസയിൽ അമേരിക്കയിൽ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അപ്പൊ അങ്ങനെ ഈ നോവലിന്റെ പ്രമേയത്തിനനുസരിച്ച് ശാസ്ത്ര സാങ്കേതിക കാര്യങ്ങൾ ഇതിൽ ഇഴചേർക്കുക. അല്ലാതെ ശാസ്ത്രം പറയാനായിട്ട് കരുതി കുട്ടി ചെയ്യല്ല, പ്രമേയത്തിന് അനുയോജ്യമായ രീതിയിൽ. അങ്ങനെയുള്ള കാര്യപ്പൻ്റെ ജീവിതത്തിന്റെ പുസ്തകം വയലാർ അവാർഡ് കിട്ടിയ കൃതിയാണ്. അതിലും കുറേ ശാസ്ത്രവും ഗൈനക്കോളജിയും പല ന്യൂറോളജിയും സൈക്കോളജിയും ഒക്കെ കടന്നു വരുന്ന ഒരു നോവലാണ്. ഇപ്പൊ ശാസ്ത്രത്തെക്കുറിച്ച് സ്കൂളിൽ നമ്മൾ ഈ ശാസ്ത്ര പരീക്ഷത്തിലൂടെയൊക്കെ തന്നെ ഒരുപാട് അറിവുകൾ നൽകാറുണ്ട്. ഈ കുട്ടികളിൽ എത്രത്തോളം ഇത്തരത്തിൽ ശാസ്ത്ര അറിവുകൾ ലഭിക്കുന്നുണ്ട്? ഇപ്പോഴും ഉണ്ടല്ലോ. പിന്നെ ശാസ്ത്രീയമായിട്ട് കുട്ടികൾക്ക് പല കണ്ടുപിടുത്തങ്ങൾ നടത്താനൊക്കെ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്തെക്കാട്ടിലും കൂടുതൽ പ്രോത്സാഹനങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സാഹിത്യരംഗത്തുള്ള എഴുത്തുകാര് ശാസ്ത്രത്തെ ടെക്നോളജിയെ എല്ലാം സാഹിത്യത്തിൽ ആവാഹിക്കാൻ വേണ്ടിയിട്ട് വേണ്ടവണ്ണം പരിശ്രമിക്കുന്നില്ലേ എന്നൊരു സംശയം എനിക്കുന്നുണ്ട്. എനിക്കതിനൊരു താല്പര്യമുണ്ട്, ഞാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്തുകൊണ്ടുള്ള ഒരു ഗുണം എന്താ വെച്ചാൽ ശാസ്ത്രവും ടെക്നോളജിയൊക്കെ കൈകാര്യം ചെയ്യാനുള്ള ശേഷി മലയാള ഭാഷയ്ക്ക് കിട്ടും. ഇപ്പോൾ പലപ്പോഴും നമ്മൾ പറയാറുള്ളത് സയൻസും ടെക്നോളജിയൊക്കെ മലയാളത്തിൽ പഠിച്ചാൽ ശരിയാകുമെന്നാണ്. ഒരർത്ഥമില്ല ചോദ്യത്തിന്. നമ്മുടെ ഭാഷ നല്ല ശക്തമായിട്ടുള്ള ഭാഷയാണ്. അതിൽ ഏത് ശാസ്ത്രീയമായിട്ടുള്ള വിഷയങ്ങളും ഫിസിക്സിൻ്റെ തത്വങ്ങളും ഒക്കെ നമുക്ക് മലയാളത്തിൽ കൂടെ ആവിഷ്കരിക്കാൻ പറ്റും. നമ്മളത് ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ നമ്മുടെ മാംസപേശികളെയും മസിലൊക്കെ ഉപയോഗിക്കാതിരുന്നത് അത് പ്രക്ഷീണമാകും. അപ്പം നമ്മുടെ ഭാഷ ശാസ്ത്രത്തെയും ടെക്നോളജിയെയും പുതിയ പുതിയ വിജ്ഞാന മണ്ഡലങ്ങളെയെല്ലാം കൈകാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് നമ്മുടെ ഭാഷയുടെ ശേഷിയും വർദ്ധിക്കുകയുള്ളൂ. അപ്പം ഞാൻ മലയാളം യൂണിവേഴ്സിറ്റിയിൽ അഡ്ജന്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്യാം. അപ്പോൾ മലയാളം യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചതിൻ്റെ ഉദ്ദേശം തന്നെ എല്ലാ വിജ്ഞാനങ്ങളും മലയാളത്തിൽ ഉൽപ്പാദിപ്പിക്കാനും മലയാളത്തിൽ കൂടെ സംവേദനം ചെയ്യാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടുത്തെ പ്രൊഫസർ എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ എനിക്കിപ്പോൾ ജോലിപരമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം കൂടിയായി ശാസ്ത്രവും സാങ്കേതികവിദ്യയൊക്കെ സാഹിത്യത്തിൽ കൂടെ മലയാള ഭാഷയിലേക്ക് കൊണ്ടുവരിക. പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ പ്രകാശം പരത്തുന്ന ആൺകുട്ടി എന്നുള്ളൊരു നോവലുണ്ട്. ഇതിങ്ങനൊരു നോവൽ എഴുതാനുള്ള കാരണം എന്തെങ്കിലും ലിംഗവ്യത്യാസവുമായി ബന്ധപ്പെട്ട് എഴുതിയതാണോ? അതല്ല, ടി പത്മനാഭന്റെ പ്രശസ്തമായ കഥയാണ് പ്രകാശം പരത്തുന്ന പെൺകുട്ടി. അപ്പോൾ ആ കാലത്ത് ഒരു പെൺകുട്ടിയുടെ സ്നേഹം പിന്നെ എങ്ങനെ ഇരുളടഞ്ഞ ഒരു മനോഭാവത്തിൽ നിന്ന് ഒരു കഥാപാത്രത്തെ രക്ഷിക്കുന്നു എന്നതാണ്. ആ പെൺകുട്ടി പ്രകാശം പരത്തുന്ന ആൺകുട്ടിയായപ്പോഴേക്ക് ഒരു കൊലയാളിയാകാൻ ശ്രമിക്കുന്ന ആണ് പ്രകാശം പരത്തുന്നതായിട്ട് തോന്നുന്നത്. അപ്പോൾ കാലം മാറുമ്പോൾ പ്രകാശത്തിന്റെ അർത്ഥം തന്നെ മാറിപ്പോകുന്നു എന്ന ഒരു സന്ദേശം അതിൽ കൂടെ കൊണ്ടുവരികയാണ്. അതായത് ടി പത്മനാഭന്റെ കഥയുടെ ശീർഷകത്തിനെ സ്മരിക്കുന്ന രീതിയിലാണ് പ്രകാശം പരത്തുന്ന പെൺകുട്ടിയാണ് അദ്ദേഹത്തിന്റെ കഥ. എന്റെ പ്രകാശം പരത്തുന്ന ആൺകുട്ടിയാണ്. അപ്പോൾ പ്രകാശം പരത്തുന്ന ആൺകുട്ടി വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ടി പത്മനാഭന്റെ കാലത്ത് നിന്ന് എത്രത്തോളം ഇരുളടഞ്ഞ ഒരു കാലത്തിലേക്ക് ഇരുട്ടിനെയാണ്, ഹിംസയെയാണ് പ്രകാശമായിട്ട് പലരും കാണുന്നത് എന്നൊരു ദുരവസ്ഥയിൽ നാം എത്തിയില്ലേ എന്നതിൻ്റെ തിരിച്ചറിവിന് വേണ്ടി കൂടിയാണ് പ്രകാശം പരത്തുന്ന ആൺകുട്ടി ഞാൻ എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ നിരവധി പുസ്തകങ്ങൾ ഇറങ്ങാറുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് നിരവധി എഴുത്തുകാരെ പരിചയപ്പെടാൻ സാധിക്കും. അവർ സോഷ്യൽ മീഡിയ എഴുതിയത് കുറച്ച് നാളുകൾക്ക് ശേഷം അതൊരു പുസ്തകമായിട്ട് തന്നെ പബ്ലിഷ് ചെയ്യുന്ന കാഴ്ച കൂടി നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പുതിയ പുതിയ പുസ്തകങ്ങൾ നിരവധി ഇറങ്ങുന്നു. പുതിയ പുതിയ എഴുത്തുകാർ ഒരുപാട് പേര് വരുന്നുണ്ട്. ഈ പുസ്തകങ്ങളൊക്കെ വായിക്കാനായിട്ട് വായനക്കാർ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടോ? അല്ലെങ്കിൽ പറഞ്ഞ പോലെ വായനക്കാരുടെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ടോ ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ കൂടുതലായിട്ട് വരുന്നതുകൊണ്ട് തന്നെ? അതൊരു വലിയൊരു പ്രശ്നം ഉള്ളത് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയകളുണ്ട്. ആർക്കും പുസ്തകം പ്രകാശനം ചെയ്യാൻ പ്രയാസമില്ല. തൻ്റെ കൃതികളൊക്കെ നേരിട്ട് തനിക്ക് അങ്ങോട്ട് ഇടാൻ വേണ്ടി ഒരു എഡിറ്ററൊന്നുമില്ല. അപ്പോൾ ഇതിനെ കുറെ ലാഘവത്തോടു കൂടി കാണുന്ന ഒരു പ്രശ്നമുണ്ട്. മറ്റൊരു എഴുത്തുകാരനാവുക എന്ന് പറഞ്ഞാൽ വലിയ സ്ട്രഗിളിൽ കൂടെ പോയിട്ട് അവനവനെ തന്നെ തിരുത്തി ആത്മവിമർശനത്തിൽ കൂടി ഭാഷാപരമായിട്ടുള്ള പ്രയോഗങ്ങളെ ശ്രദ്ധിച്ച് അപ്പം അതൊന്നുമില്ലാതെ വളരെ കാഷ്വലായിട്ട് എഴുതുമ്പോൾ എന്താ വെച്ചാൽ പല കാര്യങ്ങളും പല എഴുത്തും വേണ്ട ഗുണമില്ലാത്തതാകുന്നു. ഇപ്പൊ ഗുണമില്ലാത്തതും ഗുണമുള്ളതും കൂടിയും കലർന്നിട്ട് ഏതാ നല്ലത് ഏതാ ചീത്തതെന്ന് അറിയാത്ത ഒരവസ്ഥയിൽ വായനക്കാരെത്തുന്ന സ്ഥിതിവിശേഷം ഇന്ന് സോഷ്യൽ മീഡിയയും മറ്റ് ഈ ധാരാളം പബ്ലിഷ് ചെയ്യപ്പെടുന്ന പബ്ലിഷേഴ്സും ഒക്കെ കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിപ്പോൾ നമുക്ക് അതിൻ്റെ ആ ജനാധിപത്യ സ്വഭാവത്തെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ എഴുത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ തമാശയ്ക്കുള്ള ഒരു കാര്യമല്ല. വളരെ പ്രധാനപ്പെട്ട
ഒരു ഉത്തരവാദിത്തമുള്ള കാര്യമാണെന്ന് എഴുതുന്നവർ തിരിച്ചറിയാൻ വേണം. പിന്നെ വായിക്കുന്നത്, ഇന്നിപ്പോൾ കുറേ പുസ്തകങ്ങൾ ധാരാളം ഇറങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞാലും വായനയുടെ ക്വാളിറ്റി കുറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം പണ്ടത്തെ മാതിരി വളരെ ഏകാഗ്രതയോടുകൂടി ഒരു സാഹിത്യകൃതി വായിച്ച് അതിൻ്റെ ഉള്ള് സ്വാംശീകരിക്കുന്ന സ്വഭാവമൊക്കെയല്ല, വെറുതെ ഒരു ഇൻഫർമേഷന് വേണ്ടി ഇങ്ങനെ മറിച്ചു വെക്കുന്ന കാഷ്വൽ റീഡിംഗ് ആയിട്ട് മാറിയിട്ട് ആ ഒരു ക്വാളിറ്റി ഓഫ് റീഡിങ്ങിലും കുറച്ച് പ്രശ്നങ്ങൾ ഇന്ന് വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും മറുഭാഗത്ത് ഗൗരവത്തോടുകൂടി വായിക്കുന്നവരും ഗൗരവത്തോടുകൂടി എഴുതുന്ന എത്രയോ പുതിയ തലമുറ എഴുത്തുകാരുണ്ട്. ഞാൻ ഈ പുതിയ എഴുതുന്നവരൊന്നും മോശമാക്കി കാണല്ല. ഞങ്ങൾക്ക് പിറകെ വന്ന എഴുത്തുകാർ വളരെ ശേഷിയുള്ള കഥാകാരന്മാരും കവികളും ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഈ പരപ്പുണ്ടല്ലോ, അതിൻ്റെ അകത്ത് കുറച്ചേ നമുക്ക് നല്ലത് തിരഞ്ഞെടുക്കാനുണ്ടാകുള്ളൂ എന്നൊരവസ്ഥാവിശേഷം. ഒരുപാട് പുതിയ പുതിയ എഴുത്തുകാർ വരുന്നു, അവരുടെ എഴുത്ത് രീതികളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ പുസ്തകങ്ങൾ ഇറങ്ങുമ്പോൾ നമ്മൾ വായിച്ചു പോകുമ്പോൾ അതിൻ്റെ അവതാരിക എഴുതിയിട്ടുള്ളത് വളരെ പ്രശസ്തരായിട്ടുള്ള എഴുത്തുകാരായിരിക്കും. പക്ഷേ ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ ഇതിനുള്ളിൽ ചിലപ്പോൾ വലിയ രീതിയിലൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ അവിടെ അവതാരിക എഴുതിയിരിക്കുന്നത് വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു എഴുത്തുകാരനായിരിക്കും. അപ്പോൾ അത്തരം സംഭവങ്ങളെ കുറിച്ച് ഇന്നിപ്പോൾ എല്ലാം ഒരു മാർക്കറ്റിങ്ങിൻ്റെ ലോകമായി മാറും. എഴുത്തിലേക്ക് ഒരു വരുന്ന ആളെ ഇപ്പോഴത്തെ ഈ മുതലാളിത്തത്തിൻ്റെ മാർക്കറ്റിംഗ് സ്വഭാവം ഇതൊക്കെ ബാധിക്കുകയാണ്. മറ്റത് സ്വന്തം മനസ്സിൻ്റെ ഉള്ളിലെ വ്യഥകളെയും സംഘർഷങ്ങളെയും ആവിഷ്കരിക്കാൻ വേണ്ടി എഴുതുന്ന മാറിയിട്ട് ഇന്ന് ഞാൻ എഴുത്തുകാരനും എൻ്റെ പുസ്തകം വിറ്റുപോകണം, അങ്ങനെ അതിൻ്റെ ഒരു കമ്മോഡിറ്റി എന്നുള്ള നിലയ്ക്ക് എഴുത്തിനെ പലപ്പോഴും പുതിയ കാലം അങ്ങനെ ആക്കി മാറ്റുന്നു. അപ്പോൾ എന്താ വെച്ചാൽ ഇടയ്ക്ക് 10 വയസ്സായ കുട്ടി തന്നെ 4 പുസ്തകം എഴുതി പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ. അപ്പം മാർക്കറ്റിങ്ങിൻ്റെ സൗകര്യത്തിന് വേണ്ടി ഏതെങ്കിലും വലിയ എഴുത്തുകാരെ പോയി കാണും. അപ്പോൾ അവർക്ക് തിരസ്കരിച്ച് പറയാൻ പറ്റില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരും. പിന്നെ ഒരു അവതാരിക എഴുതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ നല്ലതല്ലാതെ ചീത്ത എഴുതാനായിട്ട് ആരും അവതാരിക എഴുതാറില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് ഭംഗിവാക്കുകളൊക്കെ എഴുതാൻ പല വലിയ എഴുത്തുകാരും നിർബന്ധിതരാവുന്നുണ്ട്. ഞാനും അങ്ങനെ നിർബന്ധിതനായിട്ടുണ്ട് എന്നുള്ളതൊരു കാര്യമാണ്. പക്ഷേ ഏത് ജ്ഞാനപീഠം കിട്ടിയ ആള് നല്ല വാക്ക് എഴുതി വെച്ചിട്ടും കാര്യമില്ല. അതിൻ്റെ ഉള്ളിലെ സാധനം മോശമാണെങ്കിൽ വായനക്കാർ സ്വാഭാവികമായിട്ടും തിരസ്കരിക്കും. അത് കാലത്തെ അതിജീവിക്കുകയില്ല എന്നതാണ് പ്രധാനം. അപ്പോൾ പുതിയ എഴുത്തുകാർ അവര് വലിയ എഴുത്തുകാരുടെ അടുത്ത് പോയി അവരുടെ അടുത്ത് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങി പ്രചാരം ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനെക്കാട്ടിലും സ്വന്തം എഴുത്ത് നന്നാവുക, വലിയ നല്ല എഴുത്തിനായിട്ട് താരതമ്യപ്പെടുത്തുക, അങ്ങനെയുള്ള ഒരു അന്തർസംഘർഷത്തോടു കൂടി എഴുത്തിനെ സമീപിക്കുമ്പോഴാണ് എഴുത്ത് നേരെയാവുക. ഇപ്പൊ എഴുതാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് എഴുതി വെക്കുന്ന ആൾക്കാരാണ്. അതായത് എഴുതി അതിന്റെ മാർക്കറ്റിംഗ് സ്വഭാവങ്ങളും അതിന്റെ പ്രശസ്തി, അതിന്റെ പണം ഇപ്പോൾ മറ്റ് ക്യുസിന് പോയിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന കുറെ തത്തമ്മേ പൂച്ച എന്ന് പറഞ്ഞ് കുറെ കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ വലിയ 5000-10,000 സിംഗപ്പൂർ ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടും. അങ്ങനത്തെ ഒരു സാമ്പത്തിക ലാഭമൊന്നും എഴുത്തോണ്ട് കിട്ടാൻ പോകുന്നില്ല. പക്ഷെ എന്നാലും അതിന് വലിയ ഒരു കേരളത്തെ സംബന്ധിച്ചിടത്തോളം മലയാളത്തെ സംബന്ധിച്ചിടത്തോളം എഴുത്തുകാരന് വലിയ വിലയുണ്ട്, പിന്നെ സ്വീകാര്യതയുണ്ട്. ഇതും പ്രശസ്തിയൊക്കെ കണ്ടിട്ടാണ് പലരും എഴുത്തിലേക്ക് വരുന്നത്. അപ്പം അല്ലാതെ എഴുത്ത് എന്തിനാണ്, അത് തനിക്ക് സമൂഹത്തിനോടുള്ള ഉത്തരവാദിത്വം എന്താണ്, തനിക്ക് എന്താണ് പറയാനുള്ളത്, ആ പറയുന്നത് ഇതുവരെ എഴുതുന്നവരൊക്കെ പറഞ്ഞ മാതിരിയാണെങ്കിൽ അതുമാതിരി വേറൊരു പുതിയ ആൾ എഴുതേണ്ട കാര്യമില്ല. MT പോലെ അനുകരിച്ച് എഴുതാൻ വേറെ ആരും മെനക്കേണ്ട കാര്യമില്ല. കാരണം അത് MT എഴുതി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് സ്വന്തമായി പറയാനുള്ള ഒരു രീതി ഉണ്ടോ, പറയാനുള്ള പ്രമേയമുണ്ടോ, ഇതെല്ലാം പരിശോധിക്കുന്ന ഒരു സ്വഭാവം ഇന്ന് പുതിയ എഴുത്തുകാരിൽ പലരിലും കാണുന്നില്ല. അത് ഈ കാലം ഇതിനൊരു കമ്മോഡിറ്റി ആക്കി മാറ്റിയതിൻ്റെ പ്രശ്നം കൂടിയാണ്. അപ്പോൾ അത് ഈ അടുത്തിട്ട് തന്നെ ഒരു യുവ എഴുത്തുകാരി അവരുടെ ആദ്യ പുസ്തകം ഇറങ്ങി, അതിനുശേഷം അവരൊരു ബ്രേക്ക് നൽകിയിരുന്നു. എന്നാൽ ഈ പബ്ലിഷേഴ്സിൻ്റെ ഒരു പ്രഷർ മൂലം അവർ പുസ്തകം എഴുതേണ്ടതായിട്ട് തന്നെ വന്നു. ആ പുസ്തകത്തിൽ തന്നെ അവർ എഴുതിയിട്ടുണ്ട്, അവർ നിർബന്ധിച്ചത് കൊണ്ട് മാത്രം ഞാനിത് എഴുതുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ചെറുകഥയാണ് അവർ എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് വായിച്ചു പോകുമ്പോൾ നമുക്ക് അതിനകത്ത് വലിയ കഥയായിട്ടൊന്നും തോന്നുന്നില്ല. അപ്പോൾ അത്തരം കഥകൾ നിർബന്ധപൂർവ്വം എഴുതേണ്ടി വരുന്നതിനെക്കുറിച്ച് പബ്ലിഷിംഗ് ഒരു പിന്നെ ഒരു ഇൻഡസ്ട്രിയായി മാറിയോടുകൂടി ഇങ്ങനെയുള്ള പല സമ്മർദ്ദങ്ങളും ഉണ്ടാവും. ഇപ്പോൾ പല പബ്ലിഷേഴ്സും ചിലവരൊക്കെ ചില എക്സോട്ടിക് ആയിട്ടുള്ളൊരു തീം വന്നിട്ട് അതുമലങ്ങ് എഴുതാൻ പറയും. അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ പലപ്പോഴും നേരെയാവില്ല. കാരണം ആ എഴുത്തുകാരൻ അത് സ്വന്തം ബോധ്യം വന്നിട്ട് അനുഭവപരമായിട്ടുള്ള ഒരു സത്യസന്ധത അതിനായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന സമയത്താണ് എഴുതിയാൽ അത് ഹൃദയസ്പർശിയായിട്ട് മാറുകയുള്ളൂ. മറ്റതിപ്പോൾ ഒരു തീം എടുത്തിട്ട് അതിനു വേണ്ടി ഒരു പണിയെടുക്കുന്ന മാതിരി അങ്ങനത്തെ ഒരു പണിയല്ല ശരിക്ക് എഴുത്ത് എന്ന് പറഞ്ഞാൽ. നമ്മൾ നിരവധി നോവലുകൾ വായിക്കുന്നു. ആ നോവലുകളിൽ ചില സ്ഥലങ്ങളെ പറ്റി പറയാറുണ്ട്. ആ സ്ഥലങ്ങളെ പറ്റി പറയുമ്പോൾ ആ സ്ഥലം നമ്മൾ ഓർത്തിരിക്കും. പിന്നീട് അവിടേക്കൊരു യാത്ര പോകാനായിട്ട് തീരുമാനിക്കുന്നു.
ഇപ്പൊ പല പബ്ലിഷേഴ്സും ഇത്തരത്തിലുള്ള യാത്രകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ടൂറുകൾ ഈ ബുക്കിൽ അല്ലെങ്കിൽ വളരെ പ്രശസ്തമായിട്ടുള്ള നോവലുകളിൽ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇത് സാഹിത്യത്തിന് എത്രത്തോളം ഗുണം ചെയ്യുന്നു? ഇതെല്ലാം ഒരു പ്രൊമോഷന്റെ കാര്യങ്ങളാണ്. ഇതൊക്കെ മാർക്കറ്റിംഗ് തന്ത്രം എന്നതിൽ കവിഞ്ഞ സാഹിത്യത്തിനൊന്നും ഇത് ഗുണം ചെയ്യുകയില്ല എന്നുള്ളത്. കാരണം ഒരു ദേശത്ത് എഴുതുന്ന സമയത്ത് അവിടെ ഭൗതികമായിട്ട് വ്യാവഹാരിക ജീവിതത്തിലുള്ള ഒരു ദേശമല്ല ഉള്ളത്. ഇയാളുടെ എഴുത്തുകാരൻ്റെ അല്ലെങ്കിൽ എഴുത്തുകാരിയുടെ ഭാവനയിൽ കൂടെ ആ ദേശത്തെ മാറ്റിമറിക്കുക ചെയ്യുന്നത്. അല്ലാതെ ആ ദേശത്തെ അപ്പാട് പകർത്തി വെക്കുകയാണെങ്കിൽ പിന്നെ അത് സാഹിത്യമല്ല എന്നുള്ളത്. സാഹിത്യം കാര്യങ്ങൾ പകർത്തുന്ന ഒരു കണ്ണാടിയല്ല, അതൊരു പുതിയ ഉൽപാദനമാണ്, സർഗാത്മകമായൊരു സൃഷ്ടിയാണ്. എസ്.കെ. പൊറ്റക്കാടിന്റെ ഒരു ദേശത്തിന്റെ കഥ എന്ന് പറഞ്ഞാൽ ആ ദേശത്തെ അങ്ങോട്ട് പകർത്തി വെക്കല്ല, ഒരു ദേശത്തെ സൃഷ്ടിക്കുകയാണ്. എൻ്റെ ജീവിതത്തിന്റെ പുസ്തകത്തിൽ കാഞ്ഞങ്ങാടുള്ള മുക്കുവ സമുദായത്തിന്റെ കാഞ്ഞങ്ങാടുള്ള കടപ്പുറത്തെ ജീവിതം കുറേയുണ്ട്. അത് അപ്പാടെ പകർത്തല്ല, ആ പ്രമേയത്തിന് ആ സ്ഥലം അനുയോജ്യമാവുകൊണ്ട് അതിനെ ഞാൻ മറ്റൊരു സ്ഥലമായിട്ട് വീണ്ടും പുനരാവിഷ്കരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് അവിടെ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ കഥാപാത്രങ്ങളൊന്നും നേരിട്ട് കാണാൻ പറ്റില്ല, അതൊക്കെ സൃഷ്ടിക്കപ്പെട്ട കഥാപാത്രങ്ങളാണ്. ഉള്ളവരുടെ ചില ഛായകളൊക്കെ കണ്ടെത്താൻ പറ്റും. ഇപ്പൊ സൂഫി പറഞ്ഞ കഥയുടെ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ പൊന്നാനിയാണ്. അപ്പൊ അതിന്റെ പ്രൊമോഷന് വേണ്ടി പൊന്നാനി പോയിട്ടൊക്കെ ചിലർ വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അത് പക്ഷെ അതൊന്നും തെറ്റാന്ന് പറയുന്നില്ല. പക്ഷെ ഇതെല്ലാം തന്നെ മാർക്കറ്റിങ്ങിന്റെ ഓരോ വഴികൾ എന്നല്ലാതെ അതുകൊണ്ട് സാഹിത്യം ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് അത് കൂടുതൽ ആസ്വാദ്യമാകണമെന്നില്ല. അതാ എഴുത്തിന്റെ ശേഷി കൊണ്ട് മാത്രമാണ് സാഹിത്യം വായനക്കാരുടെ മനസ്സിൽ പതിയുകയുള്ളൂ. ഓക്കെ, ഇപ്പം എസ്.കെ. പൊറ്റക്കാടിന്റെ കാര്യം പറഞ്ഞപ്പോൾ എസ്.കെ. പൊറ്റക്കാടിന്റെ പേരിലുള്ള പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഒ.വി. വിജയന്റെ പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം അക്കാദമി പുരസ്കാരങ്ങളൊക്കെ ലഭിക്കുന്നു. അതിനൊപ്പം തന്നെ ഈ പ്രമുഖരായിട്ടുള്ള പ്രശസ്തരായിട്ടുള്ള സാഹിത്യകാരന്മാരുടെ പേരിലുള്ള ഈ പുരസ്കാരങ്ങൾ അതിനെങ്ങനെ കാണും? പുരസ്കാരം തീർച്ചയായിട്ടും പിന്നെ ഒരു എഴുത്തുകാരന് വലിയ പ്രചോദനം തരുന്ന കാര്യം തന്നെയാണ്. കാരണം ഒരു പുരസ്കാരം ലഭിക്കുന്ന സമയത്ത് അത് പലരും വായിച്ച് അതിനോടൊരു താല്പര്യം കൊണ്ടാണല്ലോ പുരസ്കാരം ലഭിക്കുന്നത്. അപ്പൊ അതൊരു വലിയൊരു അംഗീകാരം തന്നെയാണ്, യാതൊരു സംശയമില്ല. പിന്നെ അവാർഡുകളുടെ ലോകത്തും പല പ്രശ്നങ്ങളും ഉണ്ട്, പല സ്വാധീനങ്ങളും താല്പര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അവാർഡുകൾക്ക് വിലയില്ലാതെ പോകും എന്നുള്ളതാണ്. അല്ലാതെ ഒരു അവാർഡുകൾ ഇപ്പോൾ കേരളത്തിൽ സാഹിത്യ അവാർഡുകൾ എന്തിനാ അത്ര കൂടുതൽ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടൊരു കുഴപ്പമൊന്നുമില്ല. അത് അർഹിക്കുന്ന കൃതികൾക്കാണെങ്കിൽ അത് തീർച്ചയായിട്ടും അങ്ങനെ ആ എഴുത്തുകാരെ അല്ലെങ്കിൽ ആ എഴുത്തുകാരികളെ കൂടുതൽ പ്രചോദിപ്പിക്കാനുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പം ഒ.വി. വിജയന്റെ ഞാനിപ്പോൾ ഒ.വി. വിജയന്റെ ആ പേരിലുള്ള അവാർഡ് കിട്ടിയാൽ എനിക്ക് വലിയ ഒരു സംതൃപ്തിയുണ്ട്. കാരണം അത്ര വലിയ ഒരു എഴുത്തുകാരനാണ്. എത്രത്തോളം ഫോളോ ചെയ്ത്? തീർച്ചയായിട്ടും ഒ.വി. വിജയനെ ഞാൻ വളരെയധികം ഫോളോ ചെയ്തിട്ടുള്ളതാണ്. ഒ.വി. വിജയനൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ഉത്തരാധുനിക തലമുറയിൽപ്പെടുന്ന ആളാണ് ഞാൻ. അപ്പൊ സാധാരണ ഒരു തലമുറ മാറി വരുമ്പോൾ മുന്നിൽ പോയവരെ തിരസ്കരിച്ചിട്ടാണ് പുതിയ ആൾക്കാർ വരിക. കാരണം ഒരു പുതിയ ജീവിത വീക്ഷണം വെച്ചിട്ടാണ്. അപ്പോൾ ഒ.വി. വിജയന്റെ ചില കാഴ്ചപ്പാടുകളെയൊക്കെ അന്ന് ഞാൻ വല്ലാതെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് നോക്കുമ്പോൾ ആ വിമർശനമൊക്കെ പലതും ബാലിശമാണെന്ന് തിരിച്ചറിയാം. കാരണം വിജയൻ അത്രയ്ക്ക് വലിയ എഴുത്തുകാരനായിരുന്നു. ഞങ്ങളന്ന് ആ കുട്ടിക്കാലത്തിന്റെ ചെറുപ്പത്തിന്റെ ചോരത്തളപ്പിൽ ഓരോന്നൊക്കെ വിജയനെ കുറ്റം പറഞ്ഞു, ഖസാക്കിന്റെ ഇതിഹാസത്തെ. പക്ഷെ ഖസാക്കിന്റെ ഇതിഹാസത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന രാഷ്ട്രീയത്തിന്റെ ആ വ്യാപ്തിയൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പോ ഒ.വി. വിജയൻ പേരിലുള്ള പുരസ്കാരം, ഒ.വി. വിജയൻ സ്മാരകം വളരെ നന്നായി നടക്കുന്നതാണ്. അപ്പൊ അവര് വളരെ ഗൗരവത്തോടുകൂടി നടത്തുന്ന സാഹിത്യ പുരസ്കാരങ്ങളാണ്. അപ്പൊ അത് ലഭിച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അതേപോലെ തന്നെ എസ്.കെ. പൊറ്റക്കാടിന്റെ അത് രണ്ടും അടുത്തടുത്തായിട്ടാണ് എനിക്ക് ലഭിച്ചത്. വലിയ ഞാൻ ആദരിക്കുന്ന രണ്ട് വലിയ എഴുത്തുകാരുടെ പേരിലുള്ള ഒരു അവാർഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ അതിൽ തീർച്ചയായിട്ടും സന്തോഷമുണ്ട്, സംതൃപ്തിയുണ്ട്. ഇപ്പോ പ്രവാസ ലോകത്തേക്ക് വരികയാണെങ്കിൽ നിരവധി എഴുത്തുകാരുണ്ട്. എന്നാൽ പ്രവാസ ലോകത്തെ എഴുത്തുകാര്, നാട്ടിലെ എഴുത്തുകാര്, ഇങ്ങനൊരു വേർതിരിവ് പണ്ട് മുതലേ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അതിന്റെ കുറഞ്ഞു വരുന്നതാണ് തോന്നുന്നത്. അപ്പൊ ഇത്തരത്തിലൊരു തരംതിരിവ് വരുന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും എനിക്കിപ്പോഴും പറയാനുള്ളത് എന്താ വെച്ചാൽ, പ്രവാസ ലോകത്തുള്ള മലയാള എഴുത്തുകാരെ പലപ്പോഴും കേരളത്തിലൊരു മുഖ്യധാരയിൽ അവരെ കാണുന്നില്ല. അവർക്ക് പലപ്പോഴും വേണ്ട അംഗീകാരം കിട്ടുന്നുമില്ല. അവര് അവിടെ പോയിട്ട് ഈ ഭാഷയോടുള്ള ഒരു ഗ്രഹാതുരത്വം കൊണ്ട് എന്തെങ്കിലും എഴുതുകയാണ്, അതിനെ ഗൗരവത്തോടു കൂടി കാണണ്ട എന്നൊരു ചിന്ത പലവരുടെ മനസ്സിലും ഉണ്ട് എന്നുള്ളത്. പക്ഷെ ഇപ്പോൾ പ്രവാസ ലോകത്തിന് വളരെ പ്രശസ്തരായിട്ടുള്ള കൊച്ചുവാ മുതൽക്ക് ഇപ്പൊ ബെന്യാമിൻ, പല ആൾക്കാരും പേരെടുത്ത് പറയുകയാണെങ്കിൽ കുറേ ഉണ്ട്, പല സുഹൃത്തുക്കളും ഉണ്ട്. അങ്ങനത്തെവരൊക്കെ വന്നിട്ട് ആ ധാരണയെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മലയാളിയുടെ ഒരു മുഖ്യധാര ചിന്ത
കേരളത്തിലുള്ളത്. ഈ പ്രവാസികളൊക്കെ എന്തിനാ സാഹിത്യം എഴുതുന്ന, അവർ പണം കൂടെ അയച്ചാൽ പോരെ, അവരുടെ പണം കൊണ്ടാണ് അവിടെ കഞ്ഞി കുടിക്കുന്നത്. അവൻ നിങ്ങളുടെ സാഹിത്യമൊന്നും വേണ്ട, പണം മതി എന്നുള്ള ഒരു വികലമായ ചിന്താഗതി പലപ്പോഴും നമ്മുടെ പൊതുസമൂഹം പുലർത്തുന്നുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, പ്രവാസികൾ എഴുതുന്ന സാഹിത്യത്തെ വളരെ സൂക്ഷ്മതയോടുകൂടി പ്രോത്സാഹിപ്പിക്കുകയും അതിൽ ഗുണമുള്ളതാണെങ്കിൽ അതിനെ അംഗീകരിക്കുകയും ചെയ്യണമെന്നാണ്. കാരണം പ്രവാസികൾ എഴുതുന്ന സാഹിത്യം ശരിക്ക് ഗൗരവത്തിൽ എഴുതുകയാണെങ്കിൽ മലയാള ഭാഷയെ നാട്ടിൽ ഉള്ളവർ എഴുതുന്നേക്കാട്ടിലും സമ്പന്നമാക്കാൻ സാധിക്കും. കാരണം പുറത്തു പോയിട്ടുള്ള വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങൾ അവർ മലയാള ഭാഷയിലേക്ക് കൊണ്ടുവരുമ്പോൾ മലയാള ഭാഷ സമ്പന്നമാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രവാസികൾ അവരുടെ പണം ഡോളർ റിയാലൊക്കെ അയക്കുന്ന പോലെ തന്നെയാണ് അവർ ഗൗരവത്തോടുകൂടി കേരളത്തിന് പുറത്തുള്ള അനുഭവ മണ്ഡലത്തെ അവർ മലയാളത്തിൽ കൂടെ ആവിഷ്കരിക്കുമ്പോൾ മലയാള ഭാഷയ്ക്ക് അവർ ചെയ്യുന്ന വലിയൊരു സേവനമാണ്. ഞാൻ എപ്പോഴും പ്രവാസി മലയാളികളെ പ്രത്യേകം പരിഗണിക്കുകയാണ് വേണ്ടത്. അതല്ലാതെ അവരോട് ചിറ്റമ്മ നയം ഒരിക്കലും പുലർത്തരുത് എന്ന് വാദിക്കുന്ന ആളാണ്. കാരണം ഞാൻ ഷെൽവി മൾബറി നടത്തുന്ന സമയത്ത് അമേരിക്കൻ മലയാളികൾ അവിടെ എഴുതാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രവാസി വചനം പബ്ലിക്കേഷൻ എന്ന് പറഞ്ഞ മൾബറി പ്രത്യേക വിഭാഗം തുടങ്ങിയിരുന്നു. അതിൻ്റെ എഡിറ്ററായിരുന്നു ഞാൻ. അതിനുവേണ്ടിയാണ് ഞാൻ ആദ്യം അമേരിക്കയിൽ പോയിട്ടുള്ളത്. അപ്പം അന്ന് മുതലേ എനിക്ക് പ്രവാസികളുടെ എഴുത്തിനോട് താല്പര്യമാണ്. അവർക്ക് വേണ്ട അംഗീകാരം ഇതുപോലെ പോരെ, ഇതിലും കൂടുതൽ അംഗീകാരം കൊടുക്കണം എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഇപ്പം നാളെ ഞാൻ അമേരിക്കയിലും ഇപ്പോൾ ഒരു 4 മാസം മുമ്പ് അമേരിക്ക ലാന ലിറ്റററി അസോസിയേഷൻ ഓഫ് നോർത്ത് അമേരിക്കയിൽ പോയി, കാനഡയിലും പോയി. അപ്പം ഞാൻ പറഞ്ഞത് പലപ്പോഴും നമ്മൾ എഴുത്തുകാർ, ഞാനടക്കം ചെയ്യുന്ന ഒരു പെശക് എന്താ വെച്ചാൽ അവിടെയൊക്കെ പോയിട്ട് ക്ഷണിച്ചു കൊണ്ടുപോയാൽ നമ്മളുടെ സാഹിത്യത്തെ പറ്റിയൊക്കെ കുറേ പറയും. ഈ ക്ഷണിച്ച അവരുടെ ഇടയിൽ നല്ല എഴുത്തുകാരുണ്ടാവും, അവരെന്താ എഴുതിയെന്ന് ഒന്ന് നോക്കാനുള്ള സന്മനസ് നമ്മൾ കാണിക്കാറില്ല. അതുകൊണ്ട് ഇക്കുറി അമേരിക്കയിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞു, വെറുതെ എൻ്റെ കാര്യം മാത്രം പറയല്ല, പൊതുകാര്യമല്ല, നിങ്ങളുടെ എഴുത്തിനെ പറ്റിയൊക്കെ നമുക്ക് ചർച്ച ചെയ്യണം. പിന്നെ കാനഡയിൽ പോയപ്പോഴും അവരുടെ എഴുത്തൊക്കെ ഞാൻ മുൻകൂട്ടി വാങ്ങി അതിനൊക്കെ വായിച്ച് അതവർക്ക് വലിയ സംതൃപ്തിയായി. സിംഗപ്പൂർ മലയാളി അസോസിയേഷനും ഞാൻ ഇത് ചെയ്തു. OV വിജയൻ അനുസ്മരണം പോയ സമയത്ത് OV വിജയന്റെ കൃതികളെ പറ്റി അവരെഴുതിയ ലേഖനങ്ങളെല്ലാം ഞാൻ ഒരു ചർച്ചയാക്കി മാറ്റി ഒരു ദിവസം നീണ്ടെടുക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ളൊരു നിലപാട്, കാരണം പ്രവാസികളായിട്ടുള്ളവരുടെ സാഹിത്യത്തെ നാം ഗൗരവത്തോടുകൂടി കാണുമ്പോൾ അവർക്ക് അതിനോട് കൂടുതൽ ഉത്തരവാദിത്വം ഉണ്ടാവും. വേറെ ഗൃഹാതുരത്വം തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അക്ഷരപ്പണിയായിട്ട് മാറാതെ അത് പുറമെയുള്ള അസാധാരണമായ അനുഭവലോകങ്ങളെ മലയാളത്തിലേക്ക് കൊണ്ടുവരാനുള്ളൊരു ഇനീഷ്യേറ്റീവായിട്ട് സ്വീകരിക്കേണ്ടത്. ഇവിടെ തന്നെ പ്രവാസ ലോകത്തിന് സ്ത്രീ എഴുത്തുകാരുടെ എണ്ണം കൂടി വരുന്നു. ഇപ്പൊ ഇവിടെ ഖത്തറിൽ തന്നെ നമുക്ക് ഷീല ടോമി വല്ലി നോവല് വല്ലിയൊക്കെ വളരെ ശ്രദ്ധിക്കപ്പെട്ടു. അങ്ങനെ സ്ത്രീ എഴുത്തുകാർ കൂടുതലായിട്ട് കടന്നു. ഇപ്പൊ ഇവിടെ സ്മിത ആദർശ് എന്ന എഴുത്തുകാരിയുണ്ട്, ഷംന എന്ന് പറഞ്ഞിട്ട്. അവരൊക്കെ പുസ്തകങ്ങൾ എഴുതി തുടങ്ങിയിട്ട് കൂടുതലായിട്ട്. അതെ, ഷംന ഇവിടെ വന്നിരുന്നു. അപ്പൊ അവരൊക്കെ ഇവിടുത്തെ ജീവിതത്തിന്റെ ഇടയിലും നമ്മളെ ഭാഷയെ ഇത്ര സ്നേഹിക്കുകയും പിന്നെ അതിനുവേണ്ടി സമയം ഒഴിഞ്ഞു വെക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനെ നമ്മൾ ആ ഗൗരവത്തോടു കൂടി തന്നെ കേരളത്തിലെ എഴുത്തുകാരും ആസ്വാദകരായിട്ടുള്ള വായനക്കാരും അത് കാണുക തന്നെ വേണം. ഇപ്പൊ താങ്കളുടെ രചനകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിരവധി പഠനങ്ങളും നിരൂപണങ്ങളും അംഗീകാരങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നിരൂപകർ നിരവധി പേരാണുള്ളത്. ഒരു പുസ്തകത്തെക്കുറിച്ച് അവർ കൃത്യമായിട്ടുള്ള നിരൂപണം നടത്താറുണ്ട്. താങ്കളുടെ രചനകൾ നിരൂപണം ചെയ്യുന്നതിനെ കുറിച്ച് നിരൂപകർ എൻ്റെ പല കൃതികളെ പറ്റിയും നല്ല ഗൗരവമുള്ള നിരൂപകർ പല പഠനങ്ങളും നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് മലയാള ഭാഷയിൽ നിരൂപണ ശാഖ കുറച്ച് പ്രക്ഷീണമാണ്. ഗൗരവപ്പെട്ടിട്ടുള്ള സാഹിത്യകൃതികളെ ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു സൗന്ദര്യാത്മകമായ നിരൂപണം കുറയുകയും നിരൂപകരൊക്കെ സാഹിത്യ സിദ്ധാന്തങ്ങളെ പറ്റി എഴുതുകയും സാംസ്കാരിക പഠനത്തിന്റെ ഒരു ഭാഗമായി മാത്രം സാഹിത്യകൃതികളെ സമീപിക്കുന്ന ഒരു പ്രവണതയുണ്ട്. അത് അല്ലാത്തതൊക്കെ പിന്നെ വെറും ബുക്ക് റിവ്യൂ ആണ്. അതിപ്പോ ഉള്ളിലേക്ക് പോയിട്ടൊന്നുമല്ല, ഒരു ബുക്ക് റിവ്യൂ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് എഴുത്ത് മാത്രമാണ്. അപ്പോൾ വേണ്ടവണ്ണം ആഴത്തിൽ പിന്നെ കൃതികളെ മനസ്സിലാക്കുന്ന ഒരു സൂക്ഷ്മ വായനയുള്ള നിരൂപണം എന്ന് മലയാളത്തിൽ വളരെ പ്രക്ഷീണമായിട്ടുള്ള അവസ്ഥയിലാണ്. അത് വലിയ ദോഷം ചെയ്യും. സർഗാത്മക എഴുത്തുകാർക്ക് പിന്നെ നിരൂപകൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും നമ്പർ 1 വായനക്കാരനാണ്. അപ്പൊ KP അപ്പനൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു എഴുത്തുകാരൻ അയാൾ എന്താണ് എന്ന് അയാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന നിരൂപകനാണ്. എഴുതുന്ന കഥാകാരൻ അറിയില്ല താൻ എന്താണ്, തൻ്റെ ഉള്ളിൽ എന്തൊക്കെ വിങ്ങിപ്പൊട്ടിയിട്ട് താൻ ഈ എഴുതുന്നത്, തൻ്റെ എഴുത്തിന്റെ രാഷ്ട്രീയം എന്താണ് പലപ്പോഴും എഴുത്തുകാരനോ അല്ലെങ്കിൽ എഴുത്തുകാരിക്കോ അറിയുന്നില്ല. നിങ്ങൾ എന്താണ് എന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്ന നിരൂപകനാണ്. അത് വലിയ ഗുണം ചെയ്യും. എനിക്ക് നിരൂപകർ പല എഴുത്തുകാരും സാധാരണ കവികളും കഥാകാരന്മാരൊക്കെ പറയും, എന്ത് നിരൂപണമൊന്നും വേണ്ട, നിരൂപകരെ കൊണ്ടാതെ പോട്ടെ എന്ന് പറഞ്ഞ് നിരൂപകരെ എങ്ങനെ ചീത്ത പറയും. അത് യാതൊരു അർത്ഥമില്ലാത്തൊരു അസംബന്ധമാണ് ശരിക്കും. നിരൂപകന്മാർ വേണം, നല്ല നിരൂപണം ഉണ്ടായിരിക്കുക എന്നുള്ളത് ക്രിയേറ്റീവ് റൈറ്റേഴ്സ് വെൽക്കം
വെൽക്കം ചെയ്യേണ്ട കാര്യമാണ് എന്നുള്ളതാണ്. ഇപ്പം എനിക്ക് നിരൂപകരോടൊക്കെ വലിയ ബഹുമാനമുള്ളത്, നല്ല നിരൂപകരാണെങ്കിൽ. കാരണം മറ്റത് വൈകാരിക തലത്തിലാണ് പലപ്പോഴും എഴുത്തുകാർ പ്രവർത്തിക്കുന്നത്, അതിൻ്റെ ഭാവാത്മക തലത്തിൽ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ ദൈക്ഷണികമായ തലത്തിലാണ് പിന്നെ ഈ വിഷയത്തെ നിരൂപകർ സമീപിക്കുന്നത്. എൻ്റെ ജീവിതത്തിൻ്റെ പുസ്തകത്തെ പറ്റിയിട്ട് കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള 26 എഴുത്തുകാരും നിരൂപകരും എഴുതിയിട്ടുള്ള ഒരു പുസ്തകം, ഭാവിയുടെ പുസ്തകം, ഒറ്റ നോവലിനെ പറ്റിയിട്ട് ഇത്ര അധികം ആൾക്കാർ, സച്ചിദാനന്ദനും ബി രാജീവനും സാനുമാഷും ഇങ്ങനെ എത്രയോ ആൾക്കാർ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. അപ്പം എനിക്ക് ജീവിതത്തിൻ്റെ പുസ്തകത്തിൻ്റെ അത് എഴുതിയതിൽ എൻ്റെ പിന്നെ വയലാർ അവാർഡിനെക്കാട്ടിലൊക്കെ വലിയൊരു സംതൃപ്തി ഈ പുസ്തകമാണ് എനിക്ക്. കാരണം അതൊരു ശരിയായിട്ടുള്ള വായന, നമ്മളെ വിലയിരുത്തിക്കൊണ്ടുള്ള വായനയാണ്. അതാണ് നമുക്ക് ഏറ്റവും വലിയ സർഗാത്മകമായ സന്തോഷം തരുന്നതാണ് ശരിക്ക് നിരൂപണം എന്ന് പറഞ്ഞാൽ. അതിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായാലും കുഴപ്പമില്ല, അത് നമുക്ക് നമ്മളെ സ്വയം തിരിച്ചറിയാനും കൂടിയും സഹായിക്കും. സ്വയം നിരൂപകനായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ കൃതികൾ തന്നെ ഒരു മൂന്നാമൻ വായിക്കുന്ന പോലെ വായിക്കാൻ പറ്റും. അപ്പോൾ ഞാനും ഒരു കഥയൊക്കെ എഴുതി കഴിഞ്ഞാൽ കുറച്ച് ദിവസം തിരിഞ്ഞു നോക്കാതെ വെക്കും. ഒരു കുറച്ച് ദിവസം കഴിഞ്ഞ് വായിക്കുമ്പോൾ നമുക്ക് അതിനുള്ള പെശകളൊക്കെ വേഗം മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ നമ്മളുടെ അകത്തുള്ള നിരൂപകൻ ഉണരുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് എഴുതുന്ന സമയത്ത് തന്നെ നമ്മളുടെ അകത്തുള്ള നിരൂപകൻ വളരെ കൃത്യതയോടുകൂടി ഇതിനെങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന എഴുത്ത് നടക്കില്ല. കുറ്റവും കുറവും ഇങ്ങനെ നമ്മൾ തന്നെ കണ്ടുപിടിച്ചാൽ ശരിയാവില്ല. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് എനിക്ക് പിന്നെ എൻ്റെ പല കൃതികളും അയ്യോ ഇങ്ങനെ ആവായിരുന്നില്ല, ഈ വാക്ക് ഇങ്ങനെയല്ല മറ്റൊരു തരത്തിലാവാമായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. പോവീജനെ പോയിട്ടുള്ള ആൾക്കാർ കൂടി ഖസാക്കിന്റെ ഇതിഹാസത്തിൽ ഓരോ എഡിഷൻ വരുമ്പോഴും പല മാറ്റങ്ങളും വിജയം നടത്തിയിട്ടുണ്ട്. അപ്പൊ അതെന്താ വെച്ചാൽ സ്വന്തം അകത്തുള്ള നിരൂപകൻ പറയാണ് ഈ വാക്കിനെക്കാട്ടിലും മറ്റേ വാക്കാണ് നല്ലത്. ഇപ്പൊ എന്റെ ദൈവത്തിന്റെ പുസ്തകം അവസാനത്തെ പരിഷ്കരിച്ച പതിപ്പ് എന്ന് പറഞ്ഞാൽ കുറെ എഡിറ്റിംഗ് ഞാൻ തന്നെ നടത്തിയിട്ടുണ്ട്. കാരണം ചിലതൊക്കെ ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നി. അപ്പൊ നമ്മളുടെ അകത്തുള്ള നിരൂപകൻ ഉണരുന്ന ഒരു അവസ്ഥയാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുക. നാട്ടിലൊരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തിൽ ആദ്യം ഒരു അഭിപ്രായം പറയുന്നുണ്ടാകുക സാഹിത്യകാരന്മാരായിരിക്കും. ചില പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് സാഹിത്യകാരന്മാർ മൗനം പാലിക്കാറുമുണ്ട്. ഇപ്പൊ ഈ അടുത്തിടെ തന്നെ നമ്മുടെ കവി ആലങ്കോട് ലീലാകൃഷ്ണൻ നമ്മുടെ റേഡിയോ ലൈബ്രറിയിൽ എത്തിയിരുന്നു. അപ്പൊ അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ കവികൾ എന്ന് പറയുന്നത് കരച്ചിലുകൾ കേൾക്കുന്നവരായിരിക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കരച്ചിലുകൾ കേൾക്കുന്നവരാകണം കവി എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഇങ്ങനെ വിവിധ പ്രശ്നങ്ങളെ കുറിച്ച് മനസ്സിലാക്കി അതിനെ പ്രതികരിക്കുന്ന ഒരുപാട് എഴുത്തുകാരും സാഹിത്യകാരന്മാരും ഒക്കെ ഉണ്ട്. എന്നാൽ ചില വിഷയങ്ങൾ വരുന്ന സമയത്ത് ഇവർ മൗനം പാലിക്കുകയും ചെയ്യുന്നു. അപ്പൊ അത്തരം സാഹചര്യങ്ങളെ കുറിച്ച് തീർച്ചയായിട്ടും മലയാളത്തിൽ പിന്നെയും സാഹിത്യകാരന്മാർ കുറെയൊക്കെ സംസാരിക്കുന്നുണ്ട്, പ്രതികരിക്കുന്നുണ്ട്. അനീതി കണ്ടിട്ടുണ്ടെങ്കിൽ അതിനോട് പ്രതികരിക്കുക എന്നതാണ് ഒരു എഴുത്തുകാരന്റെ പ്രാഥമികമായിട്ടുള്ള കർത്തവ്യം. അതിപ്പോ രാഷ്ട്രീയക്കാരന്മാര് പിറ്റേ ദിവസം പത്രത്തിൽ പ്രസ്താവന കൊടുത്തിട്ടല്ല, കൃതിയിൽ കൂടെ സൗന്ദര്യാത്മകമായിട്ട് പ്രതികരിക്കുമ്പോഴാണ് അത് കൂടുതൽ ഫലവത്തായിട്ട് നിൽക്കുക എന്നതാണ്. ഇപ്പൊ ലീലാകൃഷ്ണൻ പറഞ്ഞത് മറ്റുള്ളവരുടെ കരച്ചിൽ കേൾക്കാനുള്ള ചെവിയുണ്ടാകണം കവിക്ക് എന്നാണ് ലീലാകൃഷ്ണൻ പറഞ്ഞത്. അത് വളരെ ശരിയാണ്. അതോടൊപ്പം തന്നെ അത് കേൾക്കാനുള്ള ചെവി മാത്രം ഉണ്ടാവുകയല്ല വേണ്ടത്, ആ കരച്ചില്, ആ വ്യക്തിയുടെ സങ്കടം എഴുത്തുകാരന് സ്വന്തം സങ്കടമായി അനുഭവിക്കാൻ കഴിയണം. അവിടെയാണ് എങ്ങു മനുഷ്യന് കൈകളിൽ ചങ്ങല അങ്ങൻ കയ്യുകൾ നൊന്തിയിടുകയാണ്, എങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവതെന്റെ പുറത്താകുന്നു എന്നാണ് എൻ വി കൃഷ്ണമാര് പറഞ്ഞത്. അതായത് ആഫ്രിക്കയിലെ കാപ്പിരിയുടെ പുറത്തടി കൊള്ളുമ്പോൾ എന്റെ പുറം വേദനിക്കണം. അയ്യോ അവന് അടിയുണ്ടല്ലോ എന്ന് വെറുതെ അങ്ങ് മനസ്സിലാക്കിയാൽ പോരാ. ഇറ്റ് ഈസ് നോട്ട് എ മാറ്റർ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, ഇറ്റ്സ് എ മാറ്റർ ഓഫ് റിയലൈസേഷൻ. അതായത് സഹജീവിയുടെ വേദനയും വിഷമങ്ങളും നമുക്ക് നമ്മുടേതായി അനുഭവിപ്പിക്കാൻ കഴിയുന്ന കലാരൂപമാണ് സാഹിത്യം. അപ്പൊ ലീലാകൃഷ്ണൻ പറഞ്ഞ മാതിരി മറ്റുള്ളവന്റെ കരച്ചിൽ കേൾക്കുക, അതോടൊപ്പം തന്നെ അവന്റെ സങ്കടം, അവന്റെ വിഷമം സ്വന്തമായി നമുക്ക് അനുഭവിക്കാൻ കൂടി കഴിയുമ്പോഴാണ് എഴുത്തുകാരൻ വിജയിക്കുന്നത്. എന്തായാലും ഒരുപാട് നന്ദി സാർ, ഒരുപാട് കാര്യങ്ങളോട് ഷെയർ ചെയ്തതിൽ നന്ദി. റേഡിയോ മലയാളം ഇത്ര സജീവമായി പ്രവർത്തിക്കുന്നു ഖത്തറിൽ എന്ന് അറിഞ്ഞിട്ട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. മലയാള ഭാഷയുടെ ആത്മാഭിമാനം, മലയാളിയുടെ പാരമ്പര്യം, അതിൻ്റെ നന്മകൾ ഉയർത്തിപ്പിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ്. മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരൻ KP രാമനുണ്ണിയാണ് നമ്മളുടെ കൂടെ ഇതുവരെ സംസാരിച്ചത്. മലയാള സാഹിത്യത്തെക്കുറിച്ചും അല്ലെങ്കിൽ മലയാളത്തിലെ ശാസ്ത്ര സാഹിത്യത്തെക്കുറിച്ചും ഒക്കെ തന്നെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് നിർദ്ദേശങ്ങൾ അദ്ദേഹം നമുക്ക് നൽകി. പ്രത്യേകിച്ച് പ്രവാസ ലോകത്തെ എഴുത്തുകാരോടും മികച്ച എഴുത്തുകൾ ഉറപ്പായിട്ടും നാട്ടിലുള്ളവരും അംഗീകരിക്കും, അല്ലെങ്കിൽ മലയാളത്തെ കൂടുതൽ ശക്തിപ്പെടുത്താനായിട്ട് പ്രവാസ ലോകത്തു നിന്നുമുള്ള എഴുത്തുകൾ കൂടുതൽ ഉണ്ടാകട്ടെ എന്നുള്ളത് കൂടി തന്നെയാണ് KP രാമനുണ്ണി നമ്മളോട് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നത്.